guys, we are going to fishing, yeah? കരിമീൻ വേട്ട. ഓ ഗൈസ്, ഇത് പേടിയാണോ? അതെന്തിനാ? ഇച്ചല്ലേ ഇവിടെ ഉള്ള? ഓ ഗൈസ് നോക്കൂ, ആരാ വ്ളോഗറെന്ന് വിളിച്ചേ? അവിടെ പിള്ളേർ വെള്ളം അടിയാന്ന് ഗൈസ്. ടച്ചിങ്സ് ആയിട്ട് പോകുന്നുണ്ട്. ഹലോ ഗൈസ്, പള്ളിയാണോ? പള്ളി കാണാൻ പറ്റുന്നില്ല, വീഡിയോ കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കണമ്പിൻ്റെ വല ഇട്ടിട്ട് ഇങ്ങനെ കടക്കുവാണ് ഗൈസ്. വല ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കണമ്പിൻ്റെ വല ഏട്ടാ. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് കഴിയാണ്. എല്ലാം കിട്ടുമോ എന്തോ ദൈവത്തിനറിയാം. ഹല്ലേ സ്വസ്ഥം എന്തോ അവിടെ മീനൊക്കെ ചാടുന്നത് കേട്ടോ. ഒഴുകി കയറുന്നില്ല ഇങ്ങോട്ട്. ഇപ്പം ടൈം എത്രയായി കാണും? 6:11. രാവിലെ 7 മണി. അല്ല, രാവിലെ 6 മണി. എൻ്റെ അമ്മച്ചി, എൻ്റെ ഇവിടെ ശരി. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. മതിയാ? അതിന് ആദ്യം വല എടുക്കുമ്പോൾ ആ തുണി വിരിക്കാനുള്ള സ്ഥലമൊന്ന് കയറിയ വെള്ളമൊക്കെ ഒന്ന് നമ്മൾ കോരിക്കളയണം. അതിനുശേഷം നമ്മൾ കയ്യിൽ വിരിക്കണം. കയ്യിലല്ല, നമ്മളിപ്പോൾ കയ്യിലേ ഉള്ളതുകൊണ്ട് കയ്യിൽ വിരിക്കുന്നു. ചിലർ സാരി, ചിലർ മുണ്ട്, ചിലർ കർട്ടൻ. മനുഷ്യനെ ആട്ടിക്കൊല്ലും തോന്നും. നല്ലല്ലേ വരി. എൻ്റെ മുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങോട്ട് വരി. എന്നമ്മച്ചി, നമ്മൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വല ഇവിടെ നിന്ന് ചോട്ടെ ചോട്ടെ വെച്ചോ. ചോട്ടെ ചോട്ടെ. ഇനി ആ ലൈറ്റ് അങ്ങ് എടുത്ത് മറ്റേ ബക്കറ്റ് വെച്ചോ. ആരാ? നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിരിക്കുന്നത് ഗൈസ്, ആദ്യമായി. ഉദ്ഘാടനം. പിന്നെ 6:30. നിങ്ങൾ കളിയാക്കിയതും വേണ്ട, ഇതോളം നിന്റെ അഷ്ടമുടി കായലിലെ കരിമീനൊന്നും ചോദിക്കണ്ട. ഇച്ചിരി കുഞ്ഞ കരിമീനാണ്. ഒരു മീനും കിട്ടാതെ ഇതൊക്കെ കിട്ടുമ്പോ നമുക്ക് വലിയ കാര്യമല്ലേ? തീർച്ചയായും 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 സുഹൃത്തെ, നിങ്ങൾ പറയുന്നതെല്ലാം സത്യം. രാത്രി മൊത്തം ഞുണ്ണപ്പണി എൻ്റെ അമ്മ ചെയ്തു. ഞാൻ എന്താ വേണം? തെങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടാണ് ഗൈസ്. ആറരയായി, പെട്ടെന്ന് ആവട്ടെ. ബോട്ട് മൊബൈൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമയം അറിയുന്നിങ്ങനെ ഏറ്റവും ആദ്യം ലൈൻ ബോട്ട്. ഇതാണ് കരിക്ക്. കരിക്കായിരിക്കും, അല്ലെ വെള്ളക്ക ആയിരിക്കും.
പറഞ്ഞില്ലേ മണ്ടൻ. വിശക്കുന്നു ഭയങ്കരമായിട്ട്. മീൻ കൊടുക്കാൻ പിള്ളേരുമായിട്ടങ്ങ് പോവായിരുന്നു. മീൻ കൊടുക്കാൻ കൊച്ചുങ്ങളായിട്ടങ്ങ് പോവാൻ. വിശക്കുന്നു ഭയങ്കരമായിട്ട് വിശക്കുന്നു എനിക്ക്. രാവിലെ ഇച്ചിരി ചോറും രാത്രി ഇച്ചിരി ചോറുണ്ടിട്ട് കിടന്നതല്ലേ. ചീഞ്ഞ ഇന്നലെ രാത്രി നമ്മളിട്ടതിലൊന്നും കിട്ടിയില്ല ഗായ്സ്. ഭയങ്കര അല്ലെങ്കിൽ ആ സ്പോട്ടിലൊന്നും ഇല്ലായിരുന്നു. വെറുതെ തണുപ്പും കൊണ്ട് കാലും മരവിച്ച് അയ്യോ അയ്യോ. വലതോ അങ്ങ് കിടക്കും. 7:30 കഴിയും. 7:30. പക്ഷെ 7:30 പണി തീർക്കണം കേട്ടോ. ഇതപ്പിനായിരിക്കുന്ന ഞുണ്ണ പോസ്റ്റാ. വില കിട്ടത്തില്ല അപ്പ. ഇത്തിരിയായിട്ട് കൊണ്ട് കൊടുത്ത വിലയൊന്നും കിട്ടത്തില്ല. ഈ വിലയെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 200 രൂപയൊക്കെയാണേ. അതുപോലും കിട്ടാത്ത ദിവസമുണ്ട്. ജീവനുള്ള കുണുമീൻ. ഇത് കണ്ടിട്ട് ഒരു മൈരന്മാരും ഇങ്ങോട്ട് വലയിടാൻ വരലും ഇത് ഞങ്ങളുടെ സൈറ്റാണ്. അല്ല നമ്മുടെ ഈ ഏരിയയിലുള്ളവന്മാരടുത്ത് പറഞ്ഞതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വാരി പിടിക്ക് പോകുന്നത്. പിന്നെ ഇങ്ങോട്ടൊന്നും വരല്ലടാ, ജീവിച്ചു കൂട്ടറ. ഈ ജീവിച്ച് പോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പൊ 3 എണ്ണം കിട്ടി. ഈ 3 കിട്ടിയപ്പോ ക്യാമറ മുന്നേ കാണിച്ചോളി. അപ്പൊ 30 എണ്ണം കിട്ടി. 30 എണ്ണം അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പുല്ല് ഇറങ്ങി അന്നോട്ട് മനുഷ്യന്റെ നട്ടല് പൊട്ടുവാ ഇവിടെ. ഇപ്പൊ ആയി 10 മിനിറ്റ്. കണ്ട ഞാനിപ്പോ ആ കുപ്പി അങ്ങോട്ട് തുടച്ചു വെച്ചതാ. ഞാനും കൂടെ എടുക്കാം. സമയം പോന്ന്. ഇവിടെ വിടണ്ടേ കൊച്ചുങ്ങളെ. നാളെ രാവിലെ വിഷയമില്ല, അതറിയോ? അല്ല, ഒരുക്കി കൊണ്ടുപോയി അങ്ങനെ ശരിയാവും. 7:30 ആ ഞുണ്ണ ഞാൻ കൊടുത്ത് മാറണ്ടേ. അതും പൊടി കുഞ്ഞ ഞുണ്ണ. ബോട്ട് ഹൗസ് ബോട്ട് അല്ല, ലൈൻ ബോട്ട്. എന്റെ പുറത്ത് മൊത്തവും കൊക്കല്ലേ. എന്റെ പുറത്ത് മൊത്തവും കൊക്ക്. ഇത്രയും നേരം ബാഗ് ആന്ന് നമ്മളെ വള്ളത്തിൽ വന്നങ്ങിരിക്കല്ലേ. ഒരുത്തൻ അന്ന് കണ്ടില്ലേ, അങ്ങ് നമ്മളെ വീട് വരെ വന്ന് വള്ളത്തിൽ ഇരുന്ന്. നിങ്ങളെ ഈ ഉണ്ണുണ്ണി വയറ് കാണിക്കണോ അതോ വല കാണിക്കണോ? എന്താണ് കുത്തണമെന്ന് തോന്നുന്നു. ഞാൻ കുത്താൻ പോട്ടെ. കുത്തണോ? കുത്തണോ? 6:38 അപ്പാ. ഒന്ന് താമസിച്ച് നമ്മള്. അതാ ഇന്നലെ നേരത്തെ വന്നോണ്ട് നമ്മൾ 6 മണിക്ക് തിരിച്ചു പോയത്. അല്ല, ഇന്നലെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചു പോയത്. ഇന്നലെ വന്നത് ലേറ്റ്. 5:15 കഴിഞ്ഞില്ലേ നമ്മൾ വന്നത് തന്നെ. ആകെ ഇപ്പൊ 4 എണ്ണേ ആയുള്ളു. 4 എണ്ണമെന്ന് വെച്ചാ കുഞ്ഞൻ 4 എണ്ണമാണ്. ബക്കറ്റ് അതിന്റെ അടിയിലോട്ടിരിക്കുക.
എന്ത് ഇല ചവറ് പറയുന്നു. രാവിലെ ഉറക്കത്തിൻ്റെ മുതട്ട് ഈ പാട്ടാണ് ഇത്. സ്വപ്നം കണ്ടുണ്ടാകുന്ന പാട്ട്. മൊത്തവും വലയിടുന്നതായിരുന്നു, രാത്രി മൊത്തവും വലയിടുന്നതായിരുന്നു സ്വപ്നം അത്ര. ലൈൻ ബോട്ട് അവിടെ ഇച്ചിരി നേരം കിടന്നല്ല കുരിപ്പുഴയുള്ളവർക്ക് വരാന്. അതാ അയ്യോ തട്ടി തെങ്ങ. അയ്യോ എത്ര നേരമായിട്ടും ഒന്നും വന്നില്ല. പിന്നീട് വീഡിയോ എടുത്തോണ്ട് ഇവിടെ ഇരുന്നാ മണി 7 ആയി.